പി.കെ. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നത് എന്നുള്ളത് ജനങ്ങൾ തെളിയിച്ചതുകൊണ്ടും ഞങ്ങൾ മറുപടി പറയുന്നില്ല. അതാണ് അതിലുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ്. അത് അവഗണിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അവഗണിക്കുകയാണ്. കാരണം വർഗീയത കേരളം വെച്ച് ഉറപ്പിക്കൂല. അതാണ് അത് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാ പ്രതികരിക്കേണ്ട ആവശ്യം? വെറുതെ നിങ്ങൾ ഇതിന് സമയം കളയരുത്. നിങ്ങളോട് ഞാൻ പറയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോ ഞാനിവിടെ പറഞ്ഞു, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ അജണ്ട, അതിന്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പായി ഒരു നിശ്ചിത സമയത്ത് UDFന്റെ ആ മാനിഫെസ്റ്റോ, ഞങ്ങളുടെ പരിപാടി പുറത്തു വരും. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ സൊല്യൂഷൻ കാണുന്ന ഒരു പെർഫെക്റ്റ് പരിപാടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ജനങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ തിരിയേണ്ടത് അതിലേക്കാണ്. കാരണം 10 വർഷത്തെ ഭരണം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഫണ്ട് സോഴ്സ് ഒക്കെ ഇല്ലാതായിരിക്കുകയാണ്. ആ ഫണ്ട് സോഴ്സ് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. പണം വേണം ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ, അത് ഉണ്ടാക്കി അത് ചെലവാക്കാൻ, സംസ്ഥാന ബഡ്ജറ്റിനെ ശക്തിപ്പെടുത്തി അത് ചെലവാക്കാൻ അതിനെക്കുറിച്ച് ഒരു നൈപുണ്യം ഇല്ലാത്ത ഒരു ഗവൺമെന്റാണ് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചു കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ ഞങ്ങൾ അവതരിപ്പിക്കും. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്കാണ് തിരിയേണ്ടത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മലയോര മേഖലയിൽ ഇപ്പോൾ നമ്മൾ വയനാട്ടിലാണ്. അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ജനങ്ങളെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ വല്ലവരും സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ പിന്നാലെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. UDF അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി ഉണ്ടാവുന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട്. അതിൽ താങ്കളുടെ പേരാണ് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം താങ്കൾ അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. എത്രയോ തവണ ലീഗ് രണ്ടാമത്തെ പാർട്ടിയായി ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? പിന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരുന്നത് ഇടതുപക്ഷമാണ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വേവലാതി ഇല്ല, ഒരാവശ്യം പണ്ടുണ്ടായിട്ടില്ല. പിന്നെ വെറുതെ എന്തിനാ ഇതൊക്കെ ചർച്ചയാക്കേണ്ട കാര്യം? അതൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അതത് പാർട്ടികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതത് പാർട്ടികൾ പറയും. ലീഗിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ യുക്തമായ സമയത്ത് പാലക്കാട്